കാട്ടിനുള്ളിൽ പോയിരുന്നു സംസാരിക്കാം. ആൺപിള്ളേര് ബീച്ച് കാട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചാ പോകരുതെന്നാ പറഞ്ഞിട്ടുള്ളത് എന്റെ അമ്മ. ആഹാ, പിന്നെ എന്റെ അമ്മ വിളിച്ചോണ്ടോ പറഞ്ഞിട്ടുണ്ടോ? അവിടെ വേറെ ഒന്നും നടക്കില്ല. നിനക്ക് മാത്രമല്ല ഒരു അമ്മ. വാ ഗോമതി, ഞാൻ ഒത്തിരി പെൺകുട്ടികളുമായിട്ട് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്. പക്ഷെ നിന്നെ ഇഷ്ടപ്പെട്ടതുപോലെ വേറെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല. കറങ്ങിയിട്ടുണ്ടല്ലേ? ഒത്തിരി പെൺകുട്ടികളുമായി കറങ്ങിയിട്ടുണ്ടല്ലേ? മോശമായിട്ടൊന്നും ചിന്തിക്കണ്ട. ചെറുപ്പത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോ പലരുടെയും കൂടെ കറങ്ങാറില്ലേ നമ്മള്? നീയും അങ്ങനെ കറങ്ങിയിട്ടുണ്ടാവില്ലേ? ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഗോമതി, ഒത്തിരി ഇഷ്ടമാണ് നിന്നെ. ഹൈറ്റും വെയിറ്റും എല്ലാം മാച്ചാണ്. രണ്ടുപേരും മ്യൂസിക്, പോരെങ്കിൽ യൂറോപ്പിൽ. നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാം. എനിക്ക് ലവിലൊന്നും വിശ്വാസമില്ല. എനിക്കും ഇല്ല അത്. അതുകൊണ്ടാ നിന്റെ ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെട്ടത്, സൗന്ദര്യം കണ്ടല്ല. എന്താ, ഞാൻ സുന്ദരിയല്ലേ? അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. എന്റെ സൗന്ദര്യത്തെക്കാളും ക്യാരക്ടർ സൂപ്പർ അല്ലേ? 100%. എന്താ എന്റെ ക്യാരക്ടർ? നീ ഒറ്റയ്ക്കിരിക്കുമ്പോ ഒരാളും നിന്നെ നോക്കുന്നില്ല എന്നറിയുമ്പോ തോന്നുന്നത് എന്താണോ അതാണ് നിന്റെ ക്യാരക്ടർ. അത് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. ഓഹോ, അപ്പൊ നിന്റെ ക്യാരക്ടർ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? നീ ഒറ്റയ്ക്കിരിക്കുമ്പോ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? എല്ലാം അങ്ങ് തുറന്നു പറയണം. ഗസ് ചെയ്തോ. ചിലപ്പോ തുണിയില്ലാതെ നടക്കുമായിരിക്കോ, ബ്ലൂ ഫിലിം കാണുമായിരിക്കോ, ആർക്കറിയാം? ആ സമയത്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അന്യൻ ക്യാരക്ടർ പുറത്തിറങ്ങുന്നത്. ആ ക്യാരക്ടർ മനസ്സിലാക്കിയാൽ നമ്മൾ ആരാണ് നമുക്കറിയാൻ പറ്റും. നമ്മളോട് ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, എന്തേലും തെറ്റ് ചെയ്തോ? അത് തന്നെ ഞാനും പറഞ്ഞത്. ഒന്നും നടന്നില്ല, എല്ലാം വെറും ഗോസിപ്പുകളാ. അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പക്കാരെ വിളിച്ച് ദയവായിട്ടൊന്ന് വരണം പ്ലീസ്. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുക. ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം. രാത്രിയിലുള്ള ഭക്ഷണം കഴിച്ചു, പിന്നെ ഹാഫ് സാരി മാറ്റി നൈറ്റ് ഡ്രസ് ഇട്ടു. പിന്നെ വേറെന്തൊക്കെയാ ചെയ്തേ? എന്റെ ക്യാരക്ടർ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ അവനെങ്ങനെ മനസ്സിലായി? ഹലോ. ഹലോ സഞ്ജു. ഹായ്. നീ തനിച്ചാണോ താമസിക്കുന്നത്? അതെ. ഇപ്പൊ എന്ത് ചെയ്യുവാ? ഞാൻ വാതിൽ തുറക്കാണ്. എവിടെ? നിന്റെ വീടിന്റെ. ഹായ്. അയ്യോ, എന്താ സഞ്ജു ഇത്? എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഷർട്ടൊക്കെ അഴിക്കുന്നേ? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? സഞ്ജു ഞങ്ങളുടെ ആളാ? ബ്രാഹ്മിൻസാ? ബാപ്പനീസ്. ബാപ്പനീസ് എന്ന് വെച്ചാ എന്താ? ജാപ്പനീസാ? കൺവേർട്ടഡ് ബ്രാഹ്മിൻസ്. ബാപ്പനീസ്. ബ്രാഹ്മിൻസിന് കൺവേർഷൻ ഉണ്ടോ? എന്താ എല്ലാവർക്കും ആകുമെങ്കിൽ ബ്രാഹ്മിൻസിനും ആയിക്കൂടെ? അല്ല, തനിക്ക് എന്തിനാ ഇത്രയ്ക്ക് കാസ്റ്റ് ഫീലിങ്സ്? എന്റെ അമ്മോ. ഫ്യൂച്ചറിൽ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ. അതിന് ഫ്യൂച്ചറിൽ എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ പോകുന്നു ഗോമതി? ഗോമതി, ഐ ലവ് യു. പ്ലീസ് സഞ്ജു, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്താ പറഞ്ഞത്? നീ എന്താ പറയുന്നത്? ഞാൻ ഐ ലവ് യു എന്നാ പറഞ്ഞത്. ഞാൻ ഓക്കേ എന്ന് പറഞ്ഞാ നീ എന്നെ എന്തേലും ചെയ്യൂ? ഞാൻ എന്തെങ്കിലും ചെയ്യാതെ പോയാൽ താനാകെ വിഷമിക്കുമെന്ന് തോന്നുന്നല്ലോ. നീ എന്നെ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ ഗോമതി. വേണ്ട സഞ്ജു. ഒരേ ഒരു ഉമ്മ. ഒരു ഉമ്മ കൊണ്ട് നീ നിർത്തില്ല. എന്താ സഞ്ജു? ഒരു ഉമ്മ കൊണ്ട് നിർത്തില്ല എന്ന്. ഓ, അപ്പൊ ഉമ്മ ഓക്കെ ആണല്ലേ? പക്ഷെ നീ നിർത്തില്ലല്ലോ. എന്റെ ആഗ്രഹം അത് തന്നെയാ. വേണ്ട സഞ്ജു. അങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആൺപിള്ളേര് കൺവിൻസ് ചെയ്യും. അവൻ ആള് സോഫ്റ്റ് ആണെങ്കിലും എന്റെ സൈക്കോളജി വെച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. കത്തി
കൊന്നുകളയും ഞാൻ. ധൈര്യം ഉണ്ടോടാ? ഞാറടി വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാ. ആ? എന്തിനാ നീ എന്നോടന്ന് അതേ റൂം തന്നെയാണോന്ന് ചോദിച്ചത്? വരാനാ? വാടാ. ഒറ്റയ്ക്കാവുമ്പോ എന്റെ ക്യാരക്ടർ എന്താ ഇങ്ങനെ? അത്രയ്ക്ക് വൈൽഡാ? നിനക്കിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടികളെ റോഡിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടല്ലേ?